ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എക്സൈസ് നോട്ടീസ് അയച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയെ കാക്കനാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ശ്രീനാഥ് ഭാസിയോട് കഞ്ചാവ് വേണോ എന്ന് ചോദിച്ചിട്ടില്ലെന്നും ഷൈനുമായുള്ളത് സൗഹൃദം മാത്രമെന്നും തസ്ലീമ മാധ്യമങ്ങളോട് പറഞ്ഞു. അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. വെയിറ്റ് മെസ്സേജ് അയക്കുന്നതിന് ഇല്ല, അങ്ങനെയൊന്നും. അതെ, ഞങ്ങൾ നോർമൽ ഫ്രണ്ട്സാണ്. ഒന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ശരത് എസ് നമുക്കൊപ്പം. ശരത് എസ്, ഒന്നും അറിയില്ല എന്ന തിരുത്തിലേക്ക് തസ്ലീമ എത്തുകയാണ്. താരങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നതടക്കം അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിലവിൽ നാളെയാണ് ഈ 3 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്കാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. ഇവരെ എറണാകുളത്തെ കാക്കനാടുള്ള 3 ലോഡ്ജുകളിൽ എത്തിച്ച് ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തി. ഒപ്പം ആലപ്പുഴയിലും തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. താരങ്ങളായ ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം ശ്രീനാഥ് ഭാസിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യേണ്ടത്. ഇതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ നോട്ടീസ് അയച്ചു. ഈ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനാണ് അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ തസ്ലീമ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇരു താരങ്ങൾക്കും ലഹരി കൈമാറിയിട്ടുണ്ട്. ഇവർക്കൊപ്പം ഇരുന്ന് ലഹരി കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വലിച്ചിട്ടുണ്ടെന്ന മൊഴി തസ്ലീമ നൽകിയിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കത്തക്ക വാട്സ്ആപ്പ് ചാറ്റും എക്സൈസിന് ലഭിച്ചതാണ്. അങ്ങനെ കൂടുതൽ തെളിവുകൾ താരങ്ങൾക്കെതിരെ കിട്ടിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച തന്നെ ഈ താരങ്ങളെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഈ താരങ്ങൾക്കപ്പുറം സിനിമാ മേഖലയിലേക്ക് ഈ ലഹരി എത്തിക്കുന്ന അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള മാരക ലഹരി മരുന്ന് എത്തിക്കുന്നതിൽ തസ്ലീമ പ്രധാനപ്പെട്ട ആളാണെന്നും എക്സൈസ് കണക്കാക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ താരങ്ങൾ കൂടി ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും എക്സൈസ് പറയുന്നത്. വിവരങ്ങൾ നൽകിയത് ശരത് എസ് ആണ് ആലപ്പുഴയിൽ നിന്ന്.